വരൂ. തോമസേ, രാമപിള്ളേ, എവിടെ പോയി തൊലഞ്ഞല്ല? കഴുതകൾ ആഹാരം കൊടുക്കാൻ വേണ്ടി കഥ തുറന്നപ്പോ തമ്പുരാൻ തിരുമനസുകൊണ്ട് എന്നെ തള്ളി മാറ്റി പുറത്തേക്ക് ആടി. ഞാനും തോമസും കൂടി കടന്നു പിടിച്ച് മുറിക്കുള്ളിലാക്കി മുറി പൂട്ടി. പൂട്ടി തമ്പുരാൻ ഒന്നും കഴിക്കുന്നില്ല. പോയി വാരി കൊടുക്ക്. കുമാർ, പോകണമെങ്കിൽ നേരം വെളുത്തിട്ടാകാം. പക്ഷേ പോകാതിരിക്കുന്നതാണ് ഭംഗി. നിനക്കൊരു നല്ല ജോലി തരാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കുമാർ കൊണ്ടുവന്ന ശുപാർശക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിങ്ങളെ നിയമിക്കുന്നത്. എനിക്കെന്തോ നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുപോയി. രാമഗിരിയെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. അയ്യർക്ക് വയസ്സായില്ലേ? നിങ്ങളെ ഞാൻ പിരിച്ചുവിടുകയാണ്. പകരം ഈ ചെറുപ്പക്കാരനെ നിയമിക്കുന്നു. ഭയപ്പെടണ്ട, ഇനിയും ജോലിക്ക് വരാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ തരുന്നുണ്ട്. ഒരു രാജിക്കത്ത് തന്നിട്ട് മിസ്റ്റർ ഗോപകുമാറിനെ ചാർജ് ഏൽപ്പിച്ചേക്കൂ. ഗോപകുമാർ സാർ പിടിച്ചിരിക്കുന്നു. കൊമ്പില ഉണക്കക്കൊമ്പിലാണോ എന്നാണ് സംശയം. അല്ലല്ല, ആദ്യം കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിട്ടതിന് 2 അടി മേടിച്ചവനാ ഞാൻ. എനിക്ക് ആഫീസിലേക്ക് ഒരു സ്ഥലം മാറ്റം തരണം. ഈ പെണ്ണുങ്ങളുടെ സേവ എനിക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ കുടുംബക്കാരാ. തമ്പുരാനെ സേവിച്ചാൽ അതിനൊരു അന്തസ്സുണ്ട്. ഇന്നലെ രാത്രി ബംഗ്ലാവിൽ ചില ശബ്ദങ്ങളെല്ലാം കേട്ടല്ലോ കുറുപ്പേട്ട, എന്തായിരുന്നു അത്? അതൊക്കെ അരമന രഹസ്യമാ എന്ന് വിചാരിച്ച് ഞാൻ സാറിനോട് എന്തിനാ മറയ്ക്കുന്നത്? തമ്പുരാന്റെ ബഹളമായിരുന്നു. ഏത് തമ്പുരാൻ? രാവിണി തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇവർ തമ്പുരാട്ടിയൊന്നും അല്ല. തമ്പുരാൻ പുറ കൊടുത്തുകൊണ്ട് വരുന്ന അന്യ സ്ത്രീകളെ കെട്ടിടമെന്നാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷെ ഇവരുണ്ടല്ലോ, എല്ലാവരെ കൊണ്ടും തമ്പുരാട്ടി എന്ന് വിളിപ്പിച്ചു. ഞാനും ഗതികേട് കൊണ്ട് തമ്പുരാട്ടി എന്ന് വിളിക്കുന്നു. അപ്പോ തമ്പുരാൻ എവിടെ? തമ്പുരാന് പ്രാന്താണെന്നാണ് വെപ്പ്. അതൊന്നും നമ്മൾ തിരക്കാൻ പോകണ്ട. അവനവന്റെ പാട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സുഖമായി കഴിയാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. കുഞ്ഞു കുളിച്ചൊരുങ്ങി അങ്ങോട്ട് വരാൻ തമ്പുരാട്ടി പറഞ്ഞു. വരുമ്പോഴേ ദേഹത്ത് മണമുള്ളത് എന്തെങ്കിലും ഒന്ന് അടിച്ചോണം. എവിടെയോ പോകാനാ, താമസിക്കരുത് കേട്ടോ.